ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം സകല രഹസ്യവും അറിയുന്നവനാണ്. നമ്മുടെ നടപ്പും കിടപ്പും പോകുന്ന വഴികളും അവിടുന്ന് അറിയുന്നു. അനേകരുടെയും ജീവിത രഹസ്യങ്ങൾ പരസ്യമായാൽ അവരുടെ സൽപ്പേരും പ്രശസ്തിയും മാത്രമല്ല, ജീവിതം തന്നെ തകർന്നു പോകും. എന്നാൽ സങ്കീർത്തകനായ ദാവീദ് നിരാശനല്ല. രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ദാവീദിന് ആശ്വാസം നൽകുന്നു. സകലവും അറിയുന്ന ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഗേഹസി നയമാന്റെ പക്കൽ നിന്ന് കോഴ വാങ്ങിയത് ദൈവാത്മാവ് ഏലീശ പ്രവാചകനെ അറിയിച്ചു. പരീശന്മാർ മനസ്സിൽ ചിന്തിക്കുന്നത് യേശു ഹൃദയത്തിൽ ഗ്രഹിക്കുമായിരുന്നു. അനന്യാസും സഫീറയും പണത്തിൻ്റെ ഒരു ഭാഗം ഒളിച്ചു വെച്ചതായി ദൈവാത്മാവ് പത്രോസിന് അറിവ് കൊടുത്തു. നമ്മുടെ സകല രഹസ്യവും ദൈവം അറിയുന്നു. നമ്മുടെ ചിന്തകൾ പോലും അവിടുന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ലജ്ജയും ഭയവും തോന്നിയേക്കാം. നാം നിരാശപ്പെട്ട് ഭയപ്പെടണമോ? ഒരിക്കലും വേണ്ട. ദൈവകൃപയാൽ പ്രത്യാശയ്ക്ക് മാർഗമുണ്ട്. നമ്മുടെ തെറ്റായ ചിന്തകളെയും പ്രവൃത്തികളെയും വെറുക്കുകയും അതിൽ നിന്ന് വിടുതൽ നേടുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഹൃദയമുണ്ടെങ്കിൽ അത് മനുഷ്യർ അറിയുകയില്ല. എന്നാൽ ദൈവം അതറിയുന്നു. നാം ചെയ്യുന്ന തെറ്റുകളെ ഇഷ്ടപ്പെടാത്ത ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ആ രഹസ്യ സ്വഭാവം ദൈവം അറിയും. നമ്മുടെ ഹൃദയം വിശുദ്ധിക്കായി ഉഴറുന്നുണ്ടെങ്കിൽ ദൈവമുൻപിൽ നാം ലജ്ജിക്കുകയില്ല. അവിടുന്ന് നമ്മെ പൂർണ്ണമായി അറിയുന്നതിനാൽ നമുക്ക് ധൈര്യപ്പെടാം. ഭാഗികമായി മാത്രം നമ്മെ മനസ്സിലാക്കുന്ന മനുഷ്യരുടെ വിധിയിൽ നാം നിരാശപ്പെടരുത്. ദൈവം നമ്മുടെ രഹസ്യം അറിയുന്നതിനാൽ നമുക്ക് ധൈര്യപ്പെടാം. മനുഷ്യർ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മാത്രം അറിയുന്നു. ദൈവം ആന്തരിക മനസ്സിനെയും അറിയുന്നു. സങ്കീർത്തനം 139:2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.